നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ടിൻഡു. ജേക്കുരി മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കീ പ്രസ്സും മൗസ് ഇവൻസും ഒക്കെ നമ്മൾ നോക്കി. അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം നമ്മൾ നോക്കി. നമുക്ക് ഒരു ചെറിയ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്ത് നോക്കാം. അതായത് ഞാൻ കീ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഞാൻ കീ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ സ്ക്രീനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താനായിട്ട് ഉള്ള രീതിയിലുള്ളൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കീബോർഡിലെ ആരോ കീസ്, ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് മൂവ് ചെയ്യുമ്പം ഈ സ്ക്രീനിലുള്ള ഒരു എലമെൻറ്റും ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അതാണ് നമ്മുടെ പർപ്പസ്. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു അനിമേഷൻ ക്യാരക്ടർ, ഇപ്പോൾ മാരിയോ PNG സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇമേജസ് എടുക്കുക. ഇതിപ്പോൾ ഒരു മാരിയോ ഗെയിമിൻ്റെ ക്യാരക്ടറാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ഇമേജ് അഡ്രസ്സ് കൊടുക്കുന്നു. നമ്മുടെ പേജിൽ വരികയാണ്. index.html നമ്മളൊരു IMG ടാഗ് എഴുതുകയാണ്. ഈ ടെക്സ്റ്റ് ബോക്സ് കളയാണ്. IMG SRC ഈക്വൽസ് ഇത് എഴുതുകയാണ്. വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം. വിഡ്ത്ത് ഈക്വൽസ് ഒരു 60 പിക്സലും സോറി എഴുതിയത് തെറ്റിപ്പോയി. സ്റ്റൈൽ എഴുതുക. സ്റ്റൈൽ ഈക്വൽസ് വിഡ്ത്ത്, നിങ്ങൾക്ക് സ്റ്റൈൽ എഴുതാം അല്ലെങ്കിൽ വിഡ്ത്ത് പ്രോപ്പർട്ടി എഴുതാം. സ്റ്റൈൽ വിഡ്ത്ത് ഒരു 60 പിക്സൽ, ഹൈറ്റ് ഒരു 60 പിക്സൽ. ഓക്കെ, ഇനി നമുക്ക് റീലോഡ് ചെയ്താൽ മാരിയോ ഇമേജ് അവിടെ വരും. ഒരു ഇമേജ് അവിടെ വന്നു. ഇതിന് നമുക്ക് ആരോ കീ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് മൂവ് ആവണം. അതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിനാദ്യം ഒരു ID കൊടുക്കുകയാണ്. ID ഈക്വൽസ് മാരിയോ എന്നാണ് ID കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ഇത്രയും ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, കീ പ്രസ് ചെയ്ത ഇവൻറ്റ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, കീ പ്രസ് ചെയ്താലാണല്ലോ ഇതിനെ മൂവ് ചെയ്യിക്കേണ്ടത്. അപ്പം $document കീ പ്രസ് ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാണ് E. എന്നിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് ആരോയ്ക്ക് എന്താണ് ലെഫ്റ്റ് റൈറ്റ് ആരോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട console.log of E. കീ അടിക്കാം. കീ എന്താ റിസൾട്ട് കിട്ടുകയെന്ന് നോക്കാം. ഞാൻ റീലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഓരോ കീ പ്രസ് ചെയ്യുമ്പം എനിക്കറിയാം ഞാൻ പ്രസ് ചെയ്യുന്ന കീ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ലെഫ്റ്റ് കീ പ്രസ് ചെയ്താൽ എന്നാ വരും? ഇവിടെ കീ കാണാനായിട്ടൊന്നുമില്ല. ലെഫ്റ്റ് റൈറ്റ് കീക്ക് ക്യാരക്ടർ കാണാനൊന്നുമില്ല അല്ലേ, അതൊരു ആക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കീ കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മാറ്റി കീ കോഡാക്കി നോക്കാം. കീ കോഡ് എന്താ വരുന്നത്? റിഫ്രഷ് ചെയ്തു. A എന്ന് കൊടുത്തപ്പോൾ ഈ കീ കോഡ് കിട്ടി, B എന്ന് കൊടുത്തപ്പോൾ ഇത് കിട്ടി, C എന്ന് കൊടുത്തപ്പോൾ കിട്ടി. ലെഫ്റ്റ് ആരോ അടിച്ചപ്പം കിട്ടിയ കീ കോഡ് എന്താണ്? കീ കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കീ പ്രസ് ഇവൻറ്റിൽ കീ കോഡ് കിട്ടില്ല. കീ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കീ ഡൗൺ ഇവൻറ്റ് എഴുതുക. കീ ഡൗൺ ഇവൻറ്റ് എഴുതുമ്പോൾ നമുക്ക് കീയുടെ കോഡ് കിട്ടും. നോക്കാം, ലെഫ്റ്റും റൈറ്റും. ഇതാണ് ഓരോ ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കീ പ്രസ് ഇവൻറ്റിൻ്റെ അകത്ത് നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് ആരോയുടെ കീസ് കിട്ടില്ല. സ്പെഷ്യൽ സിമ്പിൾ ആക്ഷൻസിനുള്ള കീസ് നമുക്ക് കിട്ടില്ല. കീ ഡൗൺ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലായി. അതായത് കീബോർഡ് ഞാൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് ഈ കൺട്രോൾ കീസ് കിട്ടുള്ളൂ. അതാണ് ഇവൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കീ ഡൗൺ ഇവൻറ്റിൽ മാത്രമേ നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് ആരോയുടെ കീ കിട്ടുള്ളൂ. നമ്മൾ കീ ഡൗൺ ഇവൻ്റ് ആക്കി മാറ്റി അതിനെ. ദെൻ കീ കോഡ് നോക്കി ഒന്നുകൂടെ റിഫ്രഷ് ചെയ്താൽ നമുക്കറിയാം ഏതാണ് കീ കോഡ് എന്ന് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ആരോ അടിച്ചാൽ ലെഫ്റ്റ് ആരോയുടെ കീ കോഡ് 37 ആണ്. ഓക്കെ, റൈറ്റ് ആരോ അടിച്ചാൽ 39. അപ്പോൾ ലെഫ്റ്റ് ആരോ എന്ന് പറയുമ്പം 37 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. 39 എന്ന് കൊടുത്താൽ ഇത് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ഈ കീ കോഡ് നമുക്കൊരു വേരിയബിളിലേക്ക് എടുത്ത് വയ്ക്കാം. var action ഈക്വൽസ് E. key എന്നിട്ട് നമ്മൾ പറയാണ് ഇഫ് ആക്ഷൻ ഈക്വൽസ് ലെഫ്റ്റിലേക്കാണെങ്കിൽ എന്താണ് നമ്മൾ കണ്ടു, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ആരോ അടിച്ചറിയാം, ലെഫ്റ്റിലേക്കാണെങ്കിൽ 37. ഇഫ് ആക്ഷൻ ഈക്വൽസ് 37
നമ്മൾ പറയുകയാണ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. മൂവ് ലെഫ്റ്റ്. എൽസ് ഇഫ് ആക്ഷൻ ഈക്വൽസ് എത്രയായിരുന്നു? 39 ആയിരുന്നു അല്ലേ? 39. റൈറ്റിലേക്ക് പ്രസ് ചെയ്താൽ 39. ഓക്കെ, സോ 39 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് മൂവ് റൈറ്റ്. സോ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാം. സോ ഇനി എങ്ങനെ എലമെൻറ്റിനെ മൂവ് ചെയ്യിക്കാം? എലമെൻറ്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എലമെൻറ്റിനെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി അറിയാം. എലമെൻറ്റിനെ മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി മാറ്റുക എന്നുള്ളതാണ്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇതിനെ ഫിക്സ്ഡ് ആക്കി വയ്ക്കാം. സോ നമുക്ക് പൊസിഷൻ ഫിക്സ്ഡ് ആക്കി വയ്ക്കാം. പൊസിഷൻ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് ലെഫ്റ്റ് വാല്യൂ മാറ്റിയാൽ, ലെഫ്റ്റ് ഇപ്പോൾ 0 പിക്സലാണെന്ന് കരുതുക. ഈ ലെഫ്റ്റ് വാല്യൂ മാറുന്നതനുസരിച്ച് കണ്ടോ അതിൻ്റെ പൊസിഷൻ മാറും, അത് മാറ്റുന്നതനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമേജിനെ വീണ്ടും ഇമേജിൽ വരിക, ഇമേജിൻ്റെ സ്റ്റൈൽ എഴുതിയെടുത്ത് പറയുക പൊസിഷൻ ഫിക്സ്ഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ എലമെൻറ്റിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ CSS പ്രോപ്പർട്ടി എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് വാല്യൂ മാറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് വാല്യൂ ഇല്ല, നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ലെഫ്റ്റ് വാല്യൂ മാറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇത് 37 ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ് വാർ ലെഫ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഡിഫൈൻ ചെയ്യണം. ആദ്യം അത് 0 ആണ്, അതായത് 0 പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ഷൻ 37 ആണെങ്കിൽ നമ്മൾ പറയാണ് എന്താണ്, ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് വാല്യൂ കുറയ്ക്കണം. സോ ലെഫ്റ്റ് വാല്യൂ ഈക്വൽസ് ലെഫ്റ്റ് വാല്യൂ മൈനസ് എത്രയാണ് കുറയ്ക്കേണ്ടത്? ഒരു ചെറിയ ഒരു വാല്യൂ, ഒരു 10 പിക്സൽ പുറകിട്ട് കുറയ്ക്കണം. ഇനി ആക്ഷൻ 39 ആണെങ്കിൽ നമുക്ക് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വാല്യൂ കൂടി വരണം അല്ലേ, നല്ല റൈറ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് വാല്യൂ കൂടി വരണം. സോ നമ്മൾ പറയുകയാണ് ലെഫ്റ്റ് വാല്യൂ ഈക്വൽസ് ലെഫ്റ്റ് വാല്യൂ പ്ലസ് 10. സോ അപ്പോൾ റൈറ്റിലേക്ക് ഇത് മൂവ് ചെയ്യും. സോ ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് വാല്യൂവും റൈറ്റ് വാല്യൂവും കിട്ടി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഈ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 37 39 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് ഇതിൻ്റെ ലെഫ്റ്റ് വാല്യൂ, അതായത് $mario ഡോട്ട് എന്ത് പ്രോപ്പർട്ടിയാണ്? CSS ആണ്. നമ്മൾ ഇതിനു മുമ്പ് CSS പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുന്ന പഠിച്ചിരുന്നു. സോ $mario CSS പ്രോപ്പർട്ടി എന്ന് പറയുന്ന ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് കോമ എത്രയാണ് അതിൻ്റെ വാല്യൂ? ലെഫ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് ലെഫ്റ്റ് വാല്യൂ. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ റീലോഡ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. റൈറ്റിലേക്ക് പ്രസ് ചെയ്തു. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റൈറ്റിലേക്ക് പ്രസ് ചെയ്യുമ്പം ഈ മാരിയോ ക്യാരക്ടർ റൈറ്റിലേക്ക് മൂവ് ചെയ്യും, ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകും. സോ നിങ്ങൾക്ക് ഈ ഇവൻറ്റിൻ്റെ പർപ്പസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ഒരു ഗെയിമായിട്ടോ ഇതായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് jQuery ഉപയോഗിച്ചെന്നല്ല, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് jQuery ഉപയോഗിക്കുമ്പം ചില കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി കിട്ടും. ഇനി എനിക്കിതിനെ മുകളിലേക്കും താഴത്തേക്കും കൂടെ മൂവ് ചെയ്യണമെങ്കിലോ, ഇതിപ്പോൾ ലെഫ്റ്റ് റൈറ്റേ ഉള്ളൂ. ഇനി എനിക്ക് അപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കും, ഡൗൺ ആരോ അടിച്ചാൽ താഴത്തേക്കും വരണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് വീണ്ടും നമ്മൾ അപ്പ് ആരോടെ ഡൗൺ ആരോടെയും കീ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ഈ കീ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസോൾ ചെയ്യാണ്. console.log of action. ആക്ഷൻ്റെ അകത്ത് ഇപ്പോൾ കീ ഉണ്ടല്ലോ, കീയുടെ കോഡുണ്ട്. ആക്ഷൻ റീലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ അപ്പ് ആരോ അടിക്കുമ്പോൾ അപ്പ് ആരോയ്ക്ക് എനിക്കിപ്പോൾ 38 കിട്ടി. ഡൗൺ ആരോ അടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 40. ലെഫ്റ്റ് 37, റൈറ്റ് 39, അപ്പ് ആരോ 38, ഡൗൺ ആരോ 40. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് എൽസ് ഇഫ് ആക്ഷൻ അപ്പ് ആരോ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, അപ്പ് ആരോ ഈക്വൽസ് 38 ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എൽസ് ഇഫ് ഡൗൺ ആരോ ആണെങ്കിൽ 40 ആണ്. സോ ആക്ഷൻ ഈക്വൽസ് 40 ആണെങ്കിൽ മറ്റൊരു ആക്ഷൻ ചെയ്യണം. ഓക്കെ, സോ ഇതാണെങ്കിൽ അപ്പ്, ഇതാണെങ്കിൽ ഡൗൺ. അപ്പോൾ ഇനി എന്ത് പ്രോപ്പർട്ടിയാണ് മാറ്റേണ്ടത്? അപ്പ് വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് വാല്യൂ ആണ് മാറേണ്ടത്. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വാല്യൂവിനാണ് നമ്മൾക്ക് മാറ്റേണ്ടത്. ഇത് സെലക്ട് ചെയ്താൽ അറിയാം, ഇതിൻ്റെ ടോപ്പ് വാല്യൂ. ഇതിപ്പോൾ ലെഫ്റ്റ് 0, ടോപ്പ് ഇതുപോലെ ഉണ്ട്, ടോപ്പ് 0 പിക്സൽ. ടോപ്പ് കൂടുന്നതനുസരിച്ച് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങും, ടോപ്പ് കുറയുന്നതനുസരിച്ച് മുകളിലേക്ക് കയറും. സോ അതിന് നമുക്ക് ചെയ്യാവുന്നത് ലെഫ്റ്റ് വാല്യൂ പോലെ നമ്മൾ ടോപ്പ് വാല്യൂ ഡിഫൈൻ ചെയ്യണം. വാർ ടോപ്പ് വാല്യൂ ഈക്വൽസ് 0. ടോപ്പ് വാല്യൂ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ പറയാണ് അപ്പ് ആരോ അടിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് മുകളിലേക്ക് പോകണം.
ഇങ്ങനെ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ ടോപ്പ് വാല്യൂ കുറഞ്ഞാണ് വന്നെ അല്ലേ. ടോപ്പ് വാല്യൂ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് മുകളിലേക്ക് പോകും. ടോപ്പ് വാല്യൂ കൂടിയാൽ താഴത്തേക്ക് വരും. അപ്പം അപ്പാരമാണെങ്കിൽ ടോപ്പ് വാല്യൂ കുറഞ്ഞ് വരണം. അപ്പം നമ്മൾ ഇത് കോപ്പി എടുക്കുകയാണ്, അല്ല ഇതേ 2 ലൈൻ കോപ്പി എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പറയാണ് ലെഫ്റ്റ് വാല്യൂവിന് പകരം റൈറ്റ് വാല്യൂ, അല്ല ടോപ്പ് വാല്യൂ ഈക്വൽസ് ടോപ്പ് വാല്യൂ -10. കാരണം മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ടോപ്പ് വാല്യൂ കുറയ്ക്കുകയാണ്. അപ്പോൾ CSS എങ്ങനെയാണ്? ലെഫ്റ്റിന് പകരം ലെഫ്റ്റ് വാല്യൂവിന് പകരം ടോപ്പ് വാല്യൂ. ഇത് തന്നെ കോപ്പി ഇട്ട് താഴ്ത്തിടാം. എന്നിട്ട് മൈനസ് മാറ്റി പ്ലസ് ആക്കാം. -10 മാറ്റി +10 ആക്കിയപ്പോൾ താഴത്തേക്ക് ഇറങ്ങി. ഇനി നോക്കാം, റീലോഡ് ചെയ്യാം. റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, ഡൗൺ, അപ്പ് ആരോ. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ നമ്മുടെ കീബോർഡിൻ്റെ ഈ ആരോ കീസ് വെച്ചിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റി. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തു നോക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.